കോലീബി സഖ്യമെന്ന CPM ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് UDF നേതാക്കൾ പൊതുയോഗങ്ങളിൽ പ്രധാനമായും സമയം ചെലവഴിക്കുന്നത്. പാലക്കാട് നടന്ന UDF കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും CPM ആരോപണം യുക്തിരഹിതമാണെന്ന് വാദിച്ചു. ദേശീയ തലത്തിൽ ഭരണത്തിൽ വരാൻ മത്സരിക്കുന്ന കോൺഗ്രസും BJPയും വടകരയിൽ ധാരണയിലാകുമെന്നത് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോലീബി സഖ്യമെന്ന പഴയ പല്ലുപോയ വാക്കത്തിയുമായി ഇടതുപക്ഷം ഇറങ്ങിയിരിക്കുന്നത്. തലയിൽ ആള് താമസമുള്ളവർ ആരെങ്കിലും ഇത് വിശ്വസിക്കില്ല. കാരണം BJPയെ നേരിടുന്ന കോൺഗ്രസ് ആണ്. പരാജയം മുൻകൂട്ടി കണ്ട CPM എപ്പോഴും ആരോപിക്കുന്ന കോലീബി സഖ്യവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് ഉമ്മൻചാണ്ടിയും പറഞ്ഞു. കോൺഗ്രസ് നയിക്കുന്ന UPയും BJP നയിക്കുന്ന NDAയും ശക്തമായ പോരാട്ടം ഇന്ത്യയിൽ നടക്കുമ്പോൾ BJP ബന്ധം ആരോപിക്കുന്നത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ തന്നെ പരാജയം ഉറപ്പാണെന്ന് മനസ്സിലാക്കി മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കുകയാണ് CPMന്റെയും BJPയുടെയും ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. CPMന് വോട്ട് ചെയ്യുന്നത് പരോക്ഷമായി BJPക്ക് ഗുണം ചെയ്യുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്, മുൻ മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരൻ നാരായണൻ എന്നിവരും കോലീബി സഖ്യമെന്ന CPM വാദത്തെ തള്ളിക്കളഞ്ഞു. മീഡിയ 1 പാലക്കാട്.